ആരാണ് ബീഹാർ മുഖ്യമന്ത്രി സാമ്രാട്ട് ചൗധരി? 2 പതിറ്റാണ്ടിലേറെ ബീഹാർ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചതോടെയാണ് BJP നേതാവും ഉപമുഖ്യമന്ത്രിയുമായിരുന്ന സാമ്രാട്ട് ചൗധരി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നത്. നാളെ രാവിലെ ബീഹാറിന്റെ ചരിത്രത്തിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സാമ്രാട്ട് ചൗധരി സത്യപ്രതിജ്ഞ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. സാമ്രാട്ട് ചൗധരി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നതോടെ 67 വർഷമായി ബീഹാർ രാഷ്ട്രീയത്തിലെ മറ്റൊരു ശാപത്തിന് കൂടി അന്ത്യമാവുകയാണ്. ഇതിനു മുമ്പ് ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന ഒരാൾ മുഖ്യമന്ത്രിയായ ചരിത്രം ബീഹാറിൽ ഒരിക്കൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് കർപ്പൂരി ഠാക്കൂറിന് മാത്രമായിരുന്നു. അദ്ദേഹത്തിന് ശേഷം മറ്റൊരു ഉപമുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ആ ചരിത്രമാണ് ചൗധരി തിരുത്തിക്കുറിച്ചത്. ബീഹാറിലെ മുതിർന്ന രാഷ്ട്രീയ നേതാവ് ശകുനി ചൗധരിയുടെ മകനായ സാമ്രാട്ട് ചൗധരി പ്രതിസന്ധികളെ അതിജീവിച്ച ചരിത്രമാണ് അദ്ദേഹത്തിൻ്റേത്. 1990 മുതൽ രാഷ്ട്രീയത്തിൽ സജീവമായ അദ്ദേഹം 90-ൽ റാബ്രേദേവി മന്ത്രിസഭയിൽ കൃഷിമന്ത്രിയായാണ് തുടക്കം. 2000-ലും 2010-ലും പർബട്ട മണ്ഡലത്തിൽ നിന്നുള്ള MLA ആയിരുന്നു. അക്കാലയളവിൽ നിയമസഭയിൽ പ്രതിപക്ഷ പാർട്ടിയുടെ ചീഫ് വിപ്പായി. 2014 ജൂൺ 2-ന് സത്യപ്രതിജ്ഞ ചെയ്ത ബീഹാർ സർക്കാരിൽ നഗരവികസന ഭവന നിർമ്മാണ വകുപ്പിന്റെ മന്ത്രിയായി ചുമതലയേറ്റു. 2018-ലാണ് സാമ്രാട്ട് ചൗധരിയുടെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്കുള്ള പ്രവേശനം. സംസ്ഥാന വൈസ് പ്രസിഡന്റായിട്ടായിരുന്നു നിയമനം. BJPയിൽ എത്തിയതോടെയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം പുതിയ ഉയരങ്ങളിലേക്ക് കുതിച്ചത്. BJP സംസ്ഥാന അധ്യക്ഷനായി നിയമിതനായ അദ്ദേഹം പിന്നീട് ഉപമുഖ്യമന്ത്രിയായും ബീഹാറിലെ BJPയുടെ മുഖമായും മാറി. BJP സംസ്ഥാന അധ്യക്ഷനായി നിയമിതനായ ശേഷം സാമ്രാട്ട് ചൗധരി നിതീഷ് കുമാറിനെതിരെ ശക്തമായ രാഷ്ട്രീയ നീക്കങ്ങളാണ് നടത്തിയത്. അത് BJPക്ക് ബീഹാർ രാഷ്ട്രീയത്തിൽ വലിയ നേട്ടമുണ്ടാക്കുകയും ചെയ്തു. നിതീഷ് കുമാർ വാഗ്ദാനം ചെയ്ത 10 ലക്ഷം തൊഴിൽ വാഗ്ദാനം പാലിക്കാത്തതിനെതിരെയും അധ്യാപന നിയമന നയത്തിനെതിരെയും BJP സംഘടിപ്പിച്ച പ്രതിഷേധത്തിന് ചൗധരി നേതൃത്വം നൽകി. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ അധികാരത്തിൽ നിന്നും താഴെയിറക്കിയ ശേഷം മാത്രമേ തലപ്പാവ് അഴിക്കുകയുള്ളൂ എന്ന് നേരത്തെ പ്രതിജ്ഞ ചെയ്തിരുന്നു. വീണ്ടും നിതീഷ് കുമാർ NDAയിലെത്തിയതോടെ 2024-ൽ അയോധ്യയിലെത്തി തലപ്പാവ് നീക്കം ചെയ്തു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുശ്വാഹ സമുദായത്തിന്റെ വോട്ടുകൾ BJPയിലേക്ക് എത്തിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന വിലയിരുത്തലിനെ തുടർന്ന് 2024 ജൂലൈ 26-ന് അദ്ദേഹത്തെ BJP സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തു നിന്ന് മാറ്റി പകരം ദിലീപ് കുമാർ ജയ്സ്വാളിനെ പുതിയ അധ്യക്ഷനായി നിയമിച്ചു. തുടർന്ന് സാമ്രാട്ട് ചൗധരി നിതീഷ് കുമാർ മന്ത്രിസഭയിൽ ഉപമുഖ്യമന്ത്രിയായി.